ഇന്നൊരു വോയിസ് മെസ്സേജ് വന്നു എനിക്ക്. ആ വോയിസ് മെസ്സേജ് നമ്മളെ ഐ കോഫി കുടിച്ചിട്ട് കിട്ടിയ ഒരു അനുഭവം. ഒരു ഒരു GCCയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ എനിക്ക് അവർക്കുള്ള അനുഭവം അവർ പങ്കിട്ടപ്പം അത് ഈ പൊതുജനത്തെ ഒന്ന് അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. ആ ഓഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കി. ആ സ്ത്രീന്റെ അനുഭവം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളും മടിച്ചു നിൽക്കണ്ട, നിങ്ങളും ഐ കോഫി പെട്ടെന്ന് കുടി തുടങ്ങിക്കോളി. കാരണം പ്രമേഹം മാറ്റാനല്ല, പ്രമേഹം കൊണ്ടുള്ള സൈഡ് എഫക്റ്റുകൾ. ആ സ്ത്രീക്ക് കാലിനുള്ള ആക്സിഡന്റ് വരെ വന്നിരുന്നു. ആ ആക്സിഡന്റിൽ ഞരമ്പിൽ രക്തോട്ടം ഇല്ലാതെ ഇടങ്ങേറിന്റെ കൊടിയായിരുന്ന ആ സ്ത്രീ ആ ഒരു പറയുന്ന അനുഭവം നിങ്ങളൊന്ന് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക. കാരണം പ്രമേഹം എന്ന് മാത്രമല്ല, മനുഷ്യ ശരീരത്തിലുള്ള ഒരുപാട് സൈഡ് എഫക്റ്റുകൾ മാറ്റാൻ നമുക്ക് നമ്മളെ കോശങ്ങളെ പുനർജീവിക്കുകയാണ് ഐ കോഫി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കേൾക്കണം. ഈ കാലിലേക്ക് നടന്നിട്ട് 4 അടി നടക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കണമായിരുന്നു. ഒരു കറി വെക്കാനോ കുളിക്കാന് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റൂല, അപ്പം ഇരിക്കണം എനിക്ക്. എന്നിട്ട് ഞാൻ ക്ലോസറ്റിൽ ഇരുന്ന് വരെ കുളിച്ച ദിവസങ്ങളുണ്ട്. ഭയങ്കര വേദനയായിരുന്നു. ഇവിടെ ഷോപ്പിങ്ങിന് സാധനങ്ങൾ വാങ്ങാൻ കുറച്ച് ദൂരം പോവുകയാണെങ്കിൽ നടക്കും, 4 അടി നടക്കും. എവിടെ കണ്ടാലും ഞാൻ അവിടെ ഇരിക്കും, കുറച്ച് നേരം ഇരുന്നിട്ട് പോകും. അങ്ങനെ അത്രയ്ക്ക് വേദനയായിരുന്നു എനിക്ക് കേട്ടോ. ഈ ഐ കോഫിക്ക് ഇത്രയും ഒരു ഇതുണ്ടെന്ന് ഞാൻ അറിയില്ലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ 5 ബോട്ടിൽ കഴിഞ്ഞ് ഇത് 6ാമത്തെ സ്റ്റാർട്ട് ചെയ്ത്. ഈ 6 ബോട്ടിൽ ഇപ്പോൾ കുടിച്ചു ഞാനിപ്പോൾ. ആറാമത്തെ ബോട്ടിലാണ് ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഈ വേദന മാറിയല്ലോ, വേദന മാറി. ആ വേദന ഇപ്പോൾ മാറി നിൽക്കുമ്പോഴുള്ള അത് നല്ലോണം മാറി. കാലിൻ്റെ വേദനയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ പ്രശ്നം വന്നത്. ജോലി ചെയ്യുമ്പോൾ ഞാൻ കസേരയിൽ നിന്ന് ചെയ്യേണ്ട ജോലി ഇരുന്നാണ് ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത്രയ്ക്കും പിന്നെ നടക്കുന്ന കാര്യം ഞാൻ കരഞ്ഞിട്ടുണ്ട്. നടന്നിട്ട് ഈ വേദന കൊണ്ട് ഞാൻ ജീവിതം എന്തിനാ എനിക്കിങ്ങനെ ഈ ജീവിതം എനിക്ക് മതി ജീവിതം എന്ന് വരെ ഞാൻ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ട് കരഞ്ഞുകൊണ്ട്. പക്ഷെ ഇന്ന് എനിക്കിപ്പോൾ നല്ല കുറവുണ്ട്. അത് ഞാൻ നിർത്തൂല. ഞാൻ എന്താണെന്നറിയോ, എനിക്ക് ഈ ഐ കോഫി കുടിച്ചതിൻ്റെ ശേഷമുള്ള പൈസ കല്ലിവല്ലേ, ഈ ഇത് കുടിച്ചതിൻ്റെ ശേഷം എനിക്കുള്ള ഉഷാറും അതിൻ്റെ മുൻപുള്ളത് വരുമോയെന്ന് എനിക്ക് പേടി, സത്യം. ഇപ്പം എനിക്ക് എന്താന്ന് വെച്ചാൽ എല്ലാ ജോലി ചെയ്യാനും ഒരു ഉഷാറ്, ഒരു പ്രത്യേക തരം ഉഷാറ് തന്നെയാണ്. എൻ്റെ ഈ കാലിൻ്റെ വേദന പോയിട്ട് ഞാൻ ഇവിടെ വന്ന് അകത്തുനിന്ന് തുള്ളിച്ചാടിയിട്ടുണ്ട്, സത്യം. എൻ്റെ റൂം അടച്ചിട്ട് ഞാൻ തുള്ളിച്ചാടിയിട്ടുണ്ട് എൻ്റെ വേദന കുറഞ്ഞിട്ട്. എനിക്ക് ഒരുപാട് നല്ലൊരു മരുന്നാണിത്. മരുന്നല്ലാതെ എല്ലാവരും പറയുന്നുണ്ട്, ഇത് പിന്നെ മരുന്നല്ലാതെ പിന്നെ ഇതെങ്ങനെ മാറി? എൻ്റെ ഈ ഞരമ്പ് ഡോക്ടർ പറഞ്ഞത്, ഞരമ്പ് ഈ ഇതിൻ്റെ എന്നെ കാണിച്ചു തന്നിട്ട്, എക്സ്റേ കാണിച്ചു തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പിണഞ്ഞ് കാലിലേക്ക് പോകുന്ന ഞരമ്പ് ചുരുണ്ട് കിടക്കുന്നുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്ത് എടുക്കണം, ഓപ്പറേഷൻ ചെയ്യണോ എന്ന് ഡോക്ടർ പറഞ്ഞു എന്നോട്, എന്നാലേ ശരിയാകുള്ളൂ എന്ന്. അപ്പോൾ എന്നോട് വീട്ടുകാരും മകളും മകനും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന്. അങ്ങനെ ഞാൻ നിങ്ങളോട് പറയാൻ എനിക്കറിയില്ല ഞാൻ അനുഭവിച്ച വേദന. ഒരു 4 പ്ലേറ്റ് കഴുകാൻ എനിക്ക് നിൽക്കാൻ പറ്റൂലായിരുന്നു. അത് 4 പ്ലേറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഞെളിഞ്ഞ് പിരിഞ്ഞ് വന്ന് ഒരു ഒറ്റ കിടത്താ കട്ടിൽ. കാലുമേ ചെളി ഉണ്ടോയെന്നും നോക്കൂല, കയ്യിൽ വെള്ളം ഉണ്ടോ ഒന്നും നോക്കൂല. അത്രയ്ക്ക് സഹിച്ചതാ ഞാൻ വേദന. ഇപ്പം നിങ്ങളോട് പറയാൻ എൻ്റെ ദൈവമേ, ഞാൻ ഐ കോഫീനെ ഒരുപാട് നന്ദി. ഞാൻ വെറുതെ ഇവിടുന്ന് റൂമിൽ നിന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ ഐ കോഫിക്ക് ഒരുപാട് നന്ദി. ഈ വേദന ഇല്ലാത്തപ്പോൾ, അല്ലാണ്ടപ്പോൾ ഇത് മാറുമോ ഈ വേദന? എൻ്റെ ഈ ഞരമ്പിൻ്റെ വേദന, ഞരമ്പ് പിണഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൂടി ഞരമ്പിൻ്റെ ഇതാണ് കാലിലേക്ക് വരുന്ന ഞരമ്പ് ഇതായി കിടക്കുകയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നോട്. എനിക്ക് വളരെ അത്ഭുതം തോന്നി. എനിക്ക് അത്ഭുതം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ഇവിടുന്ന് ഈ കോഫി നോക്കിയിട്ട് നമ്മൾ ദൈവത്തിനെ ഞങ്ങളെ ഹിന്ദു മതത്തിലൊരിതുണ്ടല്ലോ, ഐ കോഫിനോട് ഒരുപാട് നന്ദി പറഞ്ഞു ഞാൻ. ഇതാരും കാണുന്നില്ല റൂമിൽ നിന്ന്. സത്യമായിട്ടോ എനിക്ക് അത്ര ഒരു സമാധാനം ഉണ്ട് ഇപ്പോൾ. അയ്യോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്.